ഇടുക്കി ഉപ്പുതറ സ്വദേശി രാജപ്പൻ 8 മാസമായി പെരിട്ടോണിയൽ ഡയാലിസിസ് ചെയ്യുകയാണ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ കാരുണ്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ചികിത്സ നടക്കുന്നത്. ഇപ്പം 4 ബാഗാണ് അച്ഛൻ ഉപയോഗിക്കുന്നത്. 4 ബാഗും അതിന്റെ MT ബാഗും മിനിക്കാപ്പോട് കൂടി ഏകദേശം 1500 രൂപയോളം ഒരു ദിവസത്തെ ട്രീറ്റ്മെന്റിനായിട്ട് നമുക്ക് ചെലവ് വരും. കൃഷിയുടെ വരുമാനം കൊണ്ട് ജീവിക്കുന്ന നമ്മളെയൊക്കെ സംബന്ധിച്ച് അതൊരിക്കലും താങ്ങാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല. ചികിത്സയ്ക്ക് ആവശ്യമായ പെരിട്ടോണിയൽ ഫ്ലൂയിഡ് കിട്ടാനില്ലെന്നും സ്വന്തം നിലയിൽ വാങ്ങണമെന്നുമാണ് ആശുപത്രിയിൽ നിന്നുള്ള നിർദ്ദേശം. കഴിഞ്ഞ മാസം മരിച്ചുപോയ സമാന ചികിത്സ നടത്തിയിരുന്ന രോഗിയുടെ വീട്ടിൽ നിന്നും ശേഖരിച്ച ഏതാനും പാക്കറ്റ് ഫ്ലൂയിഡ് ഉപയോഗിച്ചാണ് നിലവിൽ രാജപ്പന് ഡയാലിസിസ് ചെയ്യുന്നത്. നിലവിലെ വേറൊരു ട്രീറ്റ്മെന്റിനുള്ള ഒരു ഓപ്ഷൻ പോലും ഇല്ല. ഈ ഒരു ഫ്ലൂയിഡിന്റെ ക്ഷാമം ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മുന്നോട്ടുള്ള ട്രീറ്റ്മെന്റ് എങ്ങനെ പോകുമെന്ന് അറിയത്തില്ലാത്ത ഒരു അവസ്ഥയിലാണ് ഞങ്ങളിപ്പം നിൽക്കുന്നത്. സാധാരണക്കാർ ആശ്രയിക്കുന്ന ചികിത്സാ പദ്ധതികളുടെ നടത്തിപ്പ് തന്നെ പ്രതിസന്ധിയിലായിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ സർക്കാർ സംവിധാനങ്ങളുടെ പരാജയം തന്നെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. മരുന്ന് ക്ഷാമം അടിയന്തരമായി പരിഹരിച്ചില്ലെങ്കിൽ പണമില്ലാത്തവൻ ചികിത്സ കിട്ടാതെ ജീവൻ വെടിയുന്നത് നാം കാണേണ്ടി വരും. മാതൃഭൂമി ന്യൂസ്, കുമളി.